പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായി മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നു. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിൽ. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി കൂടുതൽ കളറാകുമെന്ന് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ്. 9 ടീമുകൾ പങ്കെടുക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. തിരുവോണ ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിരുവോണ സദ്യയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിഐജി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോറ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. പാവർട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. വാർത്തകൾ വിശദമായി. പൂക്കളവും ഓണക്കോടിയും വിഭവസമൃദ്ധമായ സദ്യവട്ടങ്ങൾ ഒരുക്കി മലയാളികൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ തിരുവോണം ആഘോഷിക്കുന്നു. മലയാളികളുടെ ഗൃഹാതുരമായ ഒരു ഓർമ്മ കൂടിയാണ് തിരുവോണം. കാർഷിക സമൃദ്ധിയുടെയും നിറവിന്റെയും നാളുകളാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും. തുമ്പയും തുളസിയും മുക്കുറ്റിയുമൊക്കെ നിറഞ്ഞ തൊടികളും വീട്ടുമുറ്റങ്ങളും ഇന്ന് ഏറെക്കുറെ അന്യമായെങ്കിലും മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിച്ച് പൂക്കളം ഒരുക്കിയും ഒത്തൊരുമിച്ചും മലയാളികൾ ഓണത്തെ ചേർത്ത് പിടിക്കുന്നത് പതിവാണ്. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിലാണ്. ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വടക്കുംനാഥന്റെയും പുലിക്കളിയുടെയും വർണ്ണപ്പൂക്കളമാണ് വടക്കുംനാഥ ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയത്. തിരുവോണ ദിവസം റെഡിമെയ്ഡ് സദ്യ വാങ്ങാൻ വൻ തിരക്ക്. മുൻപൊക്കെ നഗരപ്രദേശങ്ങളിലായിരുന്നു ഇൻസ്റ്റന്റ് ഓണസദ്യയെങ്കിൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും വ്യാപകമായി. ഫ്ളാറ്റുകളുടെയും മറ്റും എണ്ണം വർദ്ധിച്ചതോടെ 5 പേരുടെ ഓണസദ്യ കിറ്റിനാണ് വൻ ഡിമാൻഡ്. ഓർഡർ അനുസരിച്ച് കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം വീട്ടിലെത്തും. കറികളുടെ എണ്ണത്തിനനുസരിച്ച് ഇൻസ്റ്റന്റ് സദ്യയ്ക്കും വില കൂടും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഓണാഘോഷം സാധാരണ എന്ന പോലെ ഇക്കുറിയും കുടുംബത്തോടൊപ്പമാണ്. ഓർമ്മയിലെ ഓണവും ഒപ്പം മാറിയ ഓണാഘോഷത്തെക്കുറിച്ചും TCVയോട് പങ്കുവയ്ക്കുകയാണ് മന്ത്രി ബിന്ദു. ഓർമ്മയിലെ ഓണം എല്ലാവർക്കും എന്ന പോലെ എനിക്കും കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ്. ഞാനൊരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ബാല്യകാലത്ത് ജീവിതം കൊണ്ടുപോയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ വളരെ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ കുട്ടികളുടേതായ ഒരു സംഘം ഒരുപാട് ദൂരം നടന്നുപോയി പൂവട്ടിയിൽ പൂവൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് പൂക്കളിടുക, അതൊക്കെ വളരെ സന്തോഷകരമായ ഓർമ്മകളാണ്. സൗഹൃദത്തിൻ്റെയും വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് അത് കൊണ്ടുവരുന്നത്. പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് സങ്കടങ്ങളെക്കുറിച്ചൊന്നും വലിയ ചിന്തകളില്ലല്ലോ, ഉത്തരവാദിത്വം ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെയധികം ആഹ്ലാദത്തോടെയാണ് ഓണക്കാലത്തേക്ക് സ്വീകരിക്കുക. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ്. പൂക്കളാണെങ്കിൽ നമ്മൾ പറിച്ചു കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. നാട്ടുപൂക്കളുണ്ടല്ലോ, ഈ തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവൊക്കെ ഒരു കുമ്പിളിൽ കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, ശ്രമകരമാണത്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് കടയിൽ നിന്ന് അച്ഛനോ അമ്മയോ പൂവൊക്കെ വാങ്ങി കൊടുക്കും, എന്നിട്ട് പോലും അവരത് ഇടാൻ താല്പര്യരല്ല. അതുപോലെ എല്ലാം റെഡിമെയ്ഡാണല്ലോ, സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റെഡിമെയ്ഡാണ്. 2 വശമുണ്ട്. ഒരു കണക്കിന് എല്ലാവരും ജോലി തിരക്കൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട എന്നുള്ള നിലപാടാണ്. പക്ഷേ
മുൻകാലങ്ങളിൽ എല്ലാവരും ചേർന്ന് സദ്യ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ വളരെ ആഹ്ലാദകരമായ അനുഭവങ്ങളാണ്. അപ്പോൾ മാറി ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ കാലത്തെയും പോലെ ഓണം വീട്ടിൽ തന്നെയാണ്. വളരെ അപൂർവമാണ് അങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന സന്ദർഭം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഓണത്തിന് എല്ലാ വർഷവും എല്ലാവരും ഒരുമിച്ചുണ്ടാവാറുണ്ട്. ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള വളരെ മധുരമായിട്ടുള്ള ഓർമ്മകളാണ് എക്കാലത്തും ഓണം മലയാളിക്ക് സമ്മാനിക്കുന്നത്. വളരെ നന്മ നിറഞ്ഞ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന സമത്വപൂർണമായൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് മാവേലിയുടെ ഐതിഹ്യം മലയാളിക്ക് എല്ലാ വർഷവും സമ്മാനിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് അത്തരം ഒരു മാതൃകാ സമൂഹം ഇനിയും സൃഷ്ടിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാമൂഹ്യനീതിയും സമഭാവനയും ഒക്കെ നിറഞ്ഞ ഒരു കാഴ്ചപ്പാട് മലയാളിക്ക് ഉയർത്തിപ്പിടിക്കാനും സാധിക്കുന്നത്. ഓണത്തിൻ്റെ ഐതിഹ്യം അതിന് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലയിൽ സമത്വപൂർണമായൊരു സമൂഹം ഉണ്ടാകട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷ ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെ ദിവസം കൊച്ചു കൊച്ചു ആഹ്ലാദങ്ങളിലൂടെ പോകാൻ കഴിയട്ടെ. സന്തോഷപൂർണമായിട്ടുള്ള ഒരു ഓണ ദിവസം ആശംസിക്കുന്നു. തിരുവോണ ദിനത്തിൽ നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ ചേരുന്നു. അങ്ങനെ 2025 തിരുവോണ ദിവസത്തിലേക്ക് നാം എത്തി. സമൃദ്ധമായിട്ടുള്ള മലയാളിയുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ തിരുവോണത്തിൻ്റെ മഹനീയമായിട്ടുള്ള ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാവർക്കും TCVയിലൂടെ തിരുവോണ ആശംസകൾ അറിയിക്കട്ടെ. ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്. മലയാളി ഉള്ളിടത്തെല്ലാം തിരുവോണവുമുണ്ട്. അതുകൊണ്ട് തിരുവോണം മലയാളി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാർവദേശീയ ആഘോഷമാണ്. കേരളത്തിൽ നമ്മൾ ഇന്ന് തിരുവോണം, നാളെ 2 ഓണം, 3 ഓണം, പുലിക്കളിയുടെ 4 ഓണം, ഇങ്ങനെ ഓണദിനങ്ങളെ കൈമാറുന്നു. പക്ഷെ ലോകത്തെല്ലായിടത്തും 5-ാം തീയതി തന്നെ തിരുവോണം ആഘോഷിക്കുന്നില്ല. എപ്പോഴാണോ അവരെല്ലാവരും സമൃദ്ധമായി സന്തോഷമായി ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്, അന്നത്തെ ദിവസമാണ് അവരുടെ തിരുവോണാഘോഷം. ദിവസങ്ങളോളം, മാസങ്ങളോളം നീണ്ട ആഘോഷമാണ് തിരുവോണം. ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന മാനവികതയുടെ ആഘോഷങ്ങളായി ഇത്തരം ആഘോഷങ്ങൾ മാറേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഈ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, നമ്മുടെ ആഘോഷങ്ങൾ മതനിരപേക്ഷമാകണം. ഓണാഘോഷത്തിന്റെ പുലിക്കളി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും മതനിരപേക്ഷ ആഘോഷങ്ങളാണ്. 2, ആഘോഷങ്ങളിൽ മയക്കുമരുന്നും ലഹരിയും ഒഴിവാക്കി ആഘോഷിക്കണം. അതും ഈ കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. TCVയോടൊപ്പം എല്ലാ കാഴ്ചക്കാർക്കും, എല്ലാ സഹൃദയർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. കൈപിടിച്ചു നടത്താൻ അച്ഛനമ്മമാരില്ലാത്ത പിഞ്ചു ബാല്യങ്ങൾ, കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ വയോജനങ്ങൾ തുടങ്ങിയവർക്ക് കഴിഞ്ഞ 25 വർഷമായി അവരുടെ അവധിക്കാലം കളറാക്കുകയാണ് സാൻഡി ഡേവിഡ്. ഇത്തവണ ഒഴിവുകാലത്ത് ഓർഫനേജുകളിൽ നിന്നും വീടുകളിലേക്ക് ആരും കൊണ്ടുപോകാനില്ലാതെ വീൽചെയറിന്റെ ലോകത്ത് ഒറ്റപ്പെട്ടു പോയവർക്കാണ് വിനോദയാത്ര ഒരുക്കിയത്. പറപ്പൂർ സ്വദേശിയും അധ്യാപകനുമായ ചിറ്റിലപ്പള്ളി വീട്ടിൽ സാൻഡി ഡേവിഡും ഭാര്യ ലിജിയും കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്. എല്ലാ വർഷവും ഇവരുടെ 1 മാസത്തെ ശമ്പളം മാറ്റിവെച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിരുന്നത്. ഇത്തവണ ഇവരുടെ 25ാമത്തെ വിവാഹ വാർഷിക ദിനത്തിലാണ് വീൽ ചെയറിൽ കഴിയുന്നവരുമായി ഓണം വിനോദയാത്ര സംഘടിപ്പിച്ചത്. അത്താണി പെരിങ്ങണ്ടൂർ പീസ് ഹോമിലെ വീൽ ചെയറിൽ കഴിയുന്ന 30 പേരുമായാണ് ഇവർ ഓണം വിനോദയാത്ര നടത്തിയത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് പള്ളി, ചെറായി ബീച്ച്, അഴീക്കോട് സെന്റ് തോമസ് തീർത്ഥകേന്ദ്രം, വല്ലാർപാടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് സാൻഡിയുടെ നേതൃത്വത്തിലുള്ള വിനോദയാത്രാ സംഘം എത്തിയത്. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഇവർക്കായി ഒരുക്കിയിരുന്നു. ഡോക്ടർ ബെന്നി ജോസഫ്, ഫാദർ ജോൺസൺ അന്തിക്കാട്, ഫാദർ ജോൺസൺ ചാലിശ്ശേരി, ഫാദർ അനീഷ്, ജെയിംസ് ചിറ്റിലപ്പള്ളി, മദർ സുപ്പീരിയർ ആലീസ്, സിസ്റ്റർ ഷീല, സിസ്റ്റർ എൽസി തുടങ്ങിയവരും വിനോദയാത്രയിൽ പങ്കെടുത്തു. തൃശൂരിലെ ഒരു കൂട്ടം അധ്യാപകരുടെ കലാകൂട്ടായ്മയായ ഇടമലക്കുടി ക്രിയേഷൻസ് ഓണം പശ്ചാത്തലമാക്കി ഒരുക്കിയ സംഗീതാൽബം ഓണത്താർ പൊന്നോണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. വടക്കൻ മലബാറിന്റെ തെയ്യം, കൂത്തു സങ്കല്പങ്ങളിൽ മാവേലിയെ പ്രതിനിധീകരിക്കുന്ന ഓണത്താർ വീട്ടിലെ ഓണാഘോഷങ്ങൾ, കലാരൂപങ്ങൾ, കേരളത്തിന്റെ പ്രകൃതി രമണീയത തുടങ്ങിയവ സമന്വയിപ്പിച്ചാണ് ഓണഗാനാവിഷ്കാരമായി ഒരുക്കിയിരിക്കുന്നത്. മറയൂർ, ഉന്നതിക്കുടി, മൂന്നാർ, തളിപ്പറമ്പ്, മേലൂർ, തൃപ്പൂണിത്തുറ,
തൃശൂർ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച ഈ ഗാനാൽബത്തിൽ ഓണാഘോഷങ്ങളിലെ വൈവിധ്യവും ദൃശ്യമികവും ആസ്വാദകരിലേക്ക് മികച്ച കാഴ്ചാനുഭവമായി സന്നിവേശിക്കപ്പെടുന്നു. ജസ്റ്റിൻ തോമസ് സംവിധാനം ചെയ്ത ഈ സംഗീതാൽബത്തിൽ വിശ്വമിത്രയുടെ വരികൾക്ക് ഈണം നൽകിയത് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മനാണ്. സുനിൽ പെരുമ്പാവൂറാണ് ആലാപനം. അരുൺകുമാർ അടിമാലി ക്യാമറയും അഭിനന്ദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. കാത്തുകാത്തങ്ങനെ കാട്ടിലെ മുക്കുറ്റി ഇത്തിരി പൊന്നിന്റെ കമ്മലിട്ട് ഇത്തിരി പൊന്നിന്റെ കമ്മലിട്ട് ചാന്താടും തെച്ചിപ്പുനുള്ളി വെള്ളാടും തുമ്പപ്പുനുള്ളി കൊണ്ടേ വാ എൻ പൊന്മകനെ. കടവല്ലൂർ SJ മ്യൂസിക്കിന്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് റിലീസ് ചെയ്തു. ആദ്യമായി ഓണമുണ്ണും മുത്തേ എന്ന് തുടങ്ങുന്ന ആൽബം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ സമൂഹമാധ്യമത്തിലൂടെ റിലീസ് ചെയ്തു. ഹരിനാരായണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗായിക ബിന്ദു വിജയൻ, ഇടയ്ക്ക കലാകാരൻ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. സുരേഷും ബിന്ദുവും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. അറിയുമോ നീ മാവേലി മന്നനെ ആദ്യമായോണം മുണ്ണും മുത്തേ അറിയുമോ നീ മാവേലി മന്നനെ അറിയാമെന്നുള്ള കാർവർണ്ണച്ചിരി കണ്ട നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ അരങ്ങേറുന്ന പുലിക്കളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ MK വർഗീസ്. അയ്യന്തോൾ പുലിക്കളി സംഘാടക സമിതി, കുട്ടൻകുളങ്ങര പുലിക്കളി സംഘം, സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതി, ചക്കാമുക്ക് ദേശം, വിയൂർ യുവജന സംഘം, പാട്ടുരായ്ക്കൽ ദേശം കായിക സാംസ്കാരിക സമിതി, ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ സമിതി, നായ്ക്കനാൽ പുലിക്കളി സമാജം, വെളിയന്നൂർ ദേശം എന്നീ 9 സംഘങ്ങളാണ് ഇത്തവണ നാലോണ നാളിൽ നഗരം കീഴടക്കാൻ ഇറങ്ങുന്നതെന്ന് മേയർ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ നമ്മുടെ പുലിക്കളി കഴിഞ്ഞ 4 വർഷത്തേക്കാൾ ഭംഗിയായി നടത്താനുള്ള സംരംഭമാണ്. കാരണം ഞാൻ വന്ന് 2020 വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 5 ടീമുകളാണ്. ഞാൻ അവരുമായി ഡിസ്കഷൻ വെച്ചപ്പോൾ അവർ പറയുന്നത് സാമ്പത്തികമായി വലിയ പരാധീനത്തിലാണ്, പലവരും നിർത്തിപ്പോയി. ഒപ്പം തന്നെ പലരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പുതിയ തലമുറ വരുന്നില്ല എന്നുള്ള വ്യവസ്ഥ കൊണ്ടും അവർ മാറി ചിന്തിച്ച് തുടങ്ങി. പക്ഷേ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരമാവധി എന്ത് സഹായം വേണമെങ്കിലും കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായി 2023 7 ടീമും ഈ പ്രാവശ്യം 9 ടീമാണ് ഇറങ്ങുന്നത്. ഒപ്പം തന്നെ 5 വനിതകളടക്കം ഒരു സെപ്പറേറ്റ് ടീമും ഈ പ്രാവശ്യമുണ്ട്. കാരണം ഇത് അന്യം നിന്ന് പോകരുത്. ഇത് തൃശ്ശൂർക്കാരുടെ മാത്രം ഒരു തനിമയായ ഒരു കലാവിരുന്നാണ്. ഇത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്കുമുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷൻ വളരെ ഏത് തരത്തിലുള്ള സഹായത്തിനും നമ്മൾ തയ്യാറാണ്. ഈ പ്രാവശ്യം തന്നെ നമുക്ക് പുലിക്കളി പൂർത്തീകരിച്ച് വരുമ്പോൾ ഏകദേശം 75 ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഇത് തൃശ്ശൂർക്കാരുടെ സ്വന്തമാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു തരത്തിലുള്ള നഷ്ടമോ നോക്കാതെ എല്ലാ വർഷവും ഇത് ഗംഭീരമായി നടത്താവുന്ന വിധത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൗൺസിൽ എടുത്തിട്ടുള്ളത്. എല്ലാം വളരെ ഉഷാറായി തന്നെയാണ് പോകുന്നത്. എല്ലാത്തിനും കോർപ്പറേഷൻ തയ്യാറാണ്. സെപ്റ്റംബർ 8-ാം തീയതി നാലോണത്തിൻ്റെ അന്ന് സ്വരാജ് റൗണ്ട് നിറയെ പുലികളെ കാണാം. നന്നായി തന്നെ നമ്മൾ 4 മണിക്ക് തന്നെ സമയത്തിന് തന്നെ അത് തുടങ്ങി വയ്ക്കും. ഇടവേള. ഗ്രൂബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഗുരുവായൂരപ്പന് ഓണക്കോടി സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യമണഞ്ഞു. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞു. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഓണനാളുകളിൽ 1 മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യം ഒരുക്കിയത് ഭക്തർക്ക് അനുഗ്രഹമായി. വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. VIP ദർശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും പ്രത്യേകതയായി. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. 10,000 പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി 9 മണിയോടെ സദ്യ ആരംഭിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകും. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തും. വീഴ്ച വന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നല്ല സമീപനം ഉണ്ടാകണം. മൃദുഭാവേ ദൃഢകർത്ത എന്ന ആപ്തവാക്യം സൂക്ഷിക്കണമെന്നും DGP വ്യക്തമാക്കി. അതേസമയം മർദ്ദനമേറ്റ സുജിത്തിനെ സന്ദർശിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നെത്തും. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. നബി ജീവിതത്തിലൂടെ പകർന്നു നൽകിയ പങ്കുവയ്ക്കലിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃകയിൽ വിവിധയിടങ്ങളിൽ അന്നദാനം നടന്നു. പ്രവാചക കീർത്തനങ്ങളായ മൗലീദ് സദസ്സുകളും നബി സന്ദേശ പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ജില്ലയിലുടനീളം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും നബിദിന റാലിയും നടന്നു. ദഫുമുട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകി. മനുഷ്യത്വത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ച ജനനേതാവായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെന്നും മനുഷ്യസ്നേഹത്തിന്റെ വിവിധ വഴികൾ തുറന്നു തന്ന പ്രവാചകൻ സർവ്വജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നുവെന്നും പന്നിത്തടം മഹല്ല് ഖതീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകവന്നൂർ നബിദിന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഉയർത്തിപ്പിടിച്ചവരായിരുന്നു പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാവരിലേക്കും കാരുണ്യത്തിൻ്റെ വഴി തുറന്നു കൊടുത്തവരായിരുന്നു. അയൽവീട്ടുകാരൻ അവൻ ആരാണെങ്കിലും, അവൻ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, ഹൈന്ദവരോ ക്രൈസ്തവരോ ഏത് വിഭാഗമായ ആളുകളാണെങ്കിലും അവരിലേക്ക് സ്നേഹത്തോടെ വർത്തിക്കണമെന്നും തൻ്റെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് അടുത്ത വീട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കണം, അത് അവരോടുള്ള കടപ്പാടാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരിക്കലും വർഗീയതയിലേക്കോ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കോ വിഭാഗീയ പ്രവർത്തനങ്ങളിലേക്കോ നിങ്ങൾ നീങ്ങരുത് എന്നുള്ള സന്ദേശമാണ് ലൈസ മിന്ന മൻ ദഅ ഇല അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരല്ല എന്ന് പഠിപ്പിക്കുകയും മനുഷ്യാവകാശ ലംഘനം നടത്തുന്നത് അത് വിശ്വാസത്തിനെതിരാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ആ പ്രവാചകന്റെ സ്നേഹ സന്ദേശങ്ങൾ ലോകത്ത് ഏറെ പ്രചരിപ്പിക്കപ്പെടുകയും ഈ നബിദിനത്തിൻ്റെ ഈ സമയത്ത് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണമെന്നാണ്
ആത്മാർത്ഥമായി നിങ്ങളിലേക്ക് നൽകുവാനുള്ളത്. തിരുവോണ ദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോറ് സമരം നടത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വേറിട്ട സമരം. വിഷയത്തിൽ കുറ്റാരോപിതരായ 4 പോലീസുകാരുടെ മുഖംമൂടിയും വേഷവും ധരിച്ചെത്തിയ പ്രവർത്തകരെ പ്രതീകാത്മകമായി ചാട്ടവാറിനടിച്ചും തുടർന്ന് അപായ സൂചനാ ബോർഡ് നിരത്തി കൊലച്ചോറ് ഉണ്ണിച്ചുമായിരുന്നു പ്രതിഷേധം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ DIG ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രശ്നമാണോ? നിങ്ങൾ പറയണം, നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങൾ പറയുന്നു, വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുടെ പിന്തുണ കിട്ടാമെന്ന് യുമാനോ, സുജിത്തോ, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ 4 പോലീസ് സേവന്മാരുണ്ടല്ലോ, അവർ തീരുമാനിച്ചാൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും സർവീസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അവർ ചെയ്ത ദ്രോഹത്തിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജോഫിൻ ജോഷി, ഷെറിൻ തേവർമഠം തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർന്നും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നത്. TCV തൃശൂർ. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മിലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ ഉസ്മാൻ സഖാഫി അൽ അർഷദി മഖാം സിയാറത്തിന് നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് അബൂബക്കർ സൈദി പതാക ഉയർത്തി. മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. കാക്കാത്തുരുത്തി ബദർപള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് സജീർ ഫൈസി മൗലീദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള പതാക ഉയർത്തി. നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരന്നു. ചന്ദ്രാപ്പിനി നൂറുൽ ഹുദ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിനാഘോഷത്തിൽ മസ്ജിദ് പ്രസിഡന്റ് PA ഇബ്രാഹിം കുട്ടി ഹാജി പതാക ഉയർത്തി. മുഹമ്മദ് റാഷിദ് സന്ദേശം നൽകി. പന്നിത്തടം മഹല്ല് സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ലിന് കീഴിലുള്ള വിവിധ മദ്രസ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നബിദിനാഘോഷം സംഘടിപ്പിച്ചത്. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് മസ്ജിദിൽ സമാപിച്ചു. ദഫ് സ്കൌട്ട് സംഘങ്ങൾ റാലിക്ക് ആകമ്പടിയേകി. വിവിധ സംഘടനകൾ റാലിയെ സ്വീകരിച്ച് മധുരം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ അബൂബക്കർ പുരളിയിൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, വർക്കിംഗ് കൺവീനർ SP ഉമ്മർ മുസ്ലിയാർ, കോർഡിനേറ്റർ VS അബൂബക്കർ, റാലി കൺവീനർ സത്താർ നീണ്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും ജീവനക്കാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ദുർഗന്ധം മൂലം വലയുകയാണ്.
സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ശുചിമുറി ആവശ്യങ്ങൾക്കായി മറ്റു സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ഓഫീസ് ജീവനക്കാരി സിന്ധു സുഗു നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ടും കാര്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. ജോലിക്ക് വരുമ്പോൾ നമുക്ക് ദുർഗന്ധം കൊണ്ട് ഈ കംഫർട്ട് സ്റ്റേഷൻ ദുർഗന്ധം കൊണ്ട് കൂടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ പാല് വാങ്ങിക്കാൻ വന്ന ആളുകളും ഈ മണം മൂക്കുകുത്തി പാല് മേടിക്കാൻ അവർ ഒരു അപകടനെ പോലെ അങ്ങനെ കാണിക്കാൻ സ്മെല്ലെടുക്കും. പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കംഫർട്ട് സ്റ്റേഷനിൽ കൂട്ടിയിട്ട നിലയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളും കംഫർട്ട് സ്റ്റേഷനിലെത്തുന്ന ആളുകളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ വഴിയിൽ തള്ളിയിരിക്കുകയാണ്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നടപടികൾ എടുക്കുന്നില്ലെന്നും വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. സംസ്ഥാനത്ത് ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് 826.38 കോടിയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. ഉത്രാടം നാളിൽ മാത്രം ബെവ്കോ ഷോപ്പ് വഴി വിറ്റത് 137 കോടി രൂപയുടെ മദ്യമാണ്. 2024 126 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നടന്നത്. 1.46 കോടിയുടെ മദ്യം വിറ്റ കരുനാഗപ്പള്ളി ബെവ്കോ കൗണ്ടർ 1ാം സ്ഥാനത്തെത്തി. BJP ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. റിസർവ് ബാങ്ക് നടപടി നേരിട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ കാട്ട്ല അധ്യക്ഷത വഹിച്ചു. കൃപേഷ് ചെമ്മണ്ട, സന്തോഷ് ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. കളിയും ചിരിയും കലാകായിക പ്രകടനങ്ങളുമായി ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും സംരക്ഷിക്കാനും തിരക്കേറുന്നു. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടിയിലാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനായി വ്യായാമ മുറകളുമായി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ കലാകായിക പ്രകടനങ്ങളോടെ ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കാമെന്ന ആശയത്തിലാണ് തിരുത്തിപ്പുറം സ്വദേശി KF പ്രിൻസ് മടത്തുപടിയിലെത്തിയത്. 3 മാസം മുൻപ് കേന്ദ്രം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും നിരവധി പേരാണ് ഇവിടെ എത്തിയത്. പലരും നടത്തം ഒഴിവാക്കി പ്രിൻസിന്റെ സെന്ററിലെത്തി. ജീവിതശൈലി രോഗങ്ങൾ 3 മാസത്തിനുള്ളിൽ ഒഴിവാക്കിയ സന്തോഷത്തിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. ഉദ്യോഗസ്ഥരായ നിരവധി പേരാണ് ഹൃദയാരോഗ്യത്തിനായി എത്തുന്നത്. ഞാനിവിടെ മാക്സ് ബാങ്കിൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ഷുഗർ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നതാണ്. പക്ഷേ ഷുഗർ എന്ത് ചെയ്ത് കുറയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് നിരന്തരം ഞാൻ ഓടാനൊക്കെ പോകാറുണ്ട്. രാവിലെ നടക്കാൻ പോയിരുന്ന ആളാണ്. പക്ഷെ എന്നിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ മറ്റേ ഓട്ടം അതുപോലെ തന്നെ കാർഡിയാക്ക് ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൽ വലിയൊരു മാറ്റം വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഷുഗർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇൻസുലിൻ ചെയ്തിട്ടും കുറയാത്തൊരു സാഹചര്യത്തിൽ നിന്നും ഇന്നിപ്പോൾ എനിക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്നുണ്ട് ഈ ഷുഗർ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. ആ ഒരു വിശ്വാസം എനിക്ക് കിട്ടിയത് ഇവിടെ നടത്തുന്ന ഈ ഓട്ടം, അതുപോലെ ചാട്ടം, പിന്നെ അതുപോലെ തന്നെ പ്ലാങ്ക് അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം തന്നു. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്, അതായത് നമുക്കിപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനായാലും നമ്മുടെ കാർഡിയോൻ്റെ എക്സർസൈസ് ആയാലും പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കായാലും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നല്ലൊരു എക്സർസൈസാണ് ഇവിടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ നല്ല ഒരു 68 കിലോ വെയിറ്റ് ഉണ്ടായ വ്യക്തിയാണ്. പക്ഷേ എനിക്കിവിടെ വന്നതിന് ശേഷം എൻ്റെ വെയിറ്റ് 62 കിലോ ആയിട്ട് കുറയ്ക്കാൻ പറ്റി. വെളുപ്പിന് 4:30 തുടങ്ങുന്ന ബാച്ച് തിരിച്ചുള്ള വ്യായാമങ്ങൾ രാത്രി 8:30 വരെ നീണ്ടുനിൽക്കും. സൂംബ ഉൾപ്പെടെയുള്ള കലാകായിക വിനോദങ്ങളാണ് വ്യായാമ മുറകളായി മാറ്റിയിട്ടുള്ളത്. കൂടാതെ ഓട്ടം, ചാട്ടം, ഇഴയൽ, സൈക്ലിംഗ് ഉൾപ്പെടെയുള്ളവയാണ് വ്യായാമത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവയെല്ലാം ഗ്രൂപ്പായി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യായാമത്തിന് സ്ത്രീകളാണ് കൂടുതലും എത്തുന്നത്. ശരീരഭാരം കുറയുന്നതിനോടൊപ്പം കൂട്ടായ്മയുണ്ടാക്കുന്ന സന്തോഷവും ഏറെയാണ്. നമുക്കിതൊക്കെ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് വളരെ സഹായവും ഉപയോഗപ്രദവുമായ രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചു വരുന്നത്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സൂംബയാണ് ഇവിടുത്തെ മെയിൻ. സൂംബയും കാർഡിയോ എക്സസൈസും പരിമിതമായ ഉപകരണങ്ങൾ വെച്ച്
വ്യായാമ മുറയിലൂടെ, അതായത് ഇന്നത്തെ ആളുകൾ വ്യായാമം ചെയ്യാൻ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ വ്യായാമം എന്ന ഒരു പ്രധാന ഘടകം അടിസ്ഥാനമാക്കി മെഷീൻസ് ഒന്നുമില്ലാതെ തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനത്തിലൂടെ എങ്ങനെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റിയെടുക്കാം എന്നുള്ളതിനുള്ള ഒരു ഇതാണ് ഇവിടെ നടത്തി വരുന്നത്. വേറിട്ട ശൈലി ആയതിനാൽ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള വ്യായാമത്തെ സ്വീകരിക്കുന്നത്. പ്രതിമാസം 300 രൂപ മാത്രമാണ് ചെലവുള്ളത്. ആവശ്യക്കാർ ഏറിയതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ഇത്തരം വ്യായാമത്തിന്റെ കോഴ്സ് പാസ്സായ പ്രിൻസ് ഏറെ ആശങ്കകളോടെ തുടങ്ങിയ മാക്സ് ബേൺ സ്റ്റുഡിയോ കാർഡിയോ കോർണർ ഇപ്പോൾ 54 പേരുടെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. നെല്ലങ്കര സ്പോർട്സ് ക്ലബിന്റെ 40ാമത് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 5 മുതൽ നെല്ലങ്കര NSS വനിതാ സമാജത്തിന്റെ തിരുവാതിരക്കളി അരങ്ങേറും. മന്ത്രി കെ രാജൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും. ഇടവേള. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണനാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ ക്യാൻസർ രോഗികൾക്കുള്ള സഹായധനം വിതരണം ചെയ്തു. D-സ്ക്വയർ വില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടന്ന ചടങ്ങിൽ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാൻസർ രോഗികളായ 30 പേർക്ക് 5001 രൂപ വീതം 1,50,000 രൂപ വിതരണം ചെയ്തു. ധനസഹായ വിതരണ ചടങ്ങ് മഠാധിപതി ഷെറിൻ പൊയ്യാറ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഠാധിപതി ഷെറിൻ പൊയ്യാറയുടെ സഹധർമ്മിണി രമ്യ ഷെറിൻ, മകൾ നക്ഷത്ര ഷെറിൻ, മകൻ സൂര്യതേജസ് ഷെറിൻ, വിശിഷ്ടാതിഥികളായി രവി തളവരി, വിനോദ് TM എന്നിവരും ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻ ഇടിവ്. തുടർച്ചയായ മഴ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും വൻതോതിൽ പച്ചക്കറി വിളയിക്കാറുള്ള കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് ഇതിന് കാരണം. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിനു കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കോടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് 40 ടണ്ണോളം പച്ചക്കറിയായിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് 9 ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞാൽ ശരിക്ക് ഒന്നും ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഒരു 8 ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ സമിതിയിൽ വന്നത്. കഴിഞ്ഞ വർഷം 40 ടൺ ഉണ്ടായവർക്ക് വെറും 8 ടണ്ണായിട്ട് മാറി. അപ്പം 32 ടണ്ണിൻ്റെ ഷോർട്ടാണ് ഇവിടെ നൽകുന്നത്. ഉള്ള പച്ചക്കറി പിന്നെ നമ്മൾ കുറപ്പ് വഴി തൃശ്ശൂർ DCP വഴി നമ്മൾ കയറ്റിക്കൊണ്ടുപോയി. അത് വളരെ ഒരു ജനങ്ങൾക്ക് കർഷകർക്കൊരു ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത്.
ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചുപോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപാദനത്തെ ബാധിച്ചു. മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന, മയിൽ, മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. മുൻവർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറി പോയിരുന്നത്. ഇതിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത്. ഉൽപാദനം കൂടുന്നതിനനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ വന്നതിനാൽ മുൻ വർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ VFPCK സമിതിയാണ് മറ്റത്തൂരിലേത്. TCV ന്യൂസ്, കൊടകര. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി മദ്രസത്തുൽ നുറാനിയയിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മൊഹസിൻ ഹാഷിമി പ്രാർത്ഥന നടത്തി. മഹല്ല് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഗവി റാലി ഉദ്ഘാടനം ചെയ്തു. ദഫ് സ്കൌട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം മസ്ജിദിൽ റാലിക്ക് സ്വീകരണം നൽകി. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ, പ്രസിഡന്റ് KP ഷൌക്കത്ത് അലി, സെക്രട്ടറി KV ഹൈദർ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദിൽ നേർച്ച ഭക്ഷണ വിതരണം നടന്നു. മഹല്ല് സെക്രട്ടറി MM നിഷാദ്, ഭാരവാഹികളായ കബീർ മിലാനു, MM ഇല്യാസ്, PS ഷാക്കിർ, സദർ കുഞ്ഞി മുഹമ്മദ് ദാരിമി, അസിസ്റ്റന്റ് മുഹമ്മദ് ബാഗവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തൈക്കാട് ബിദായത്തുൽ ഹിദായ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലൂദ് പാരായണത്തിന് ശേഷം പ്രസിഡന്റ് PB സലാം പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ ദാരിമി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ റാലിയും നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. സെക്രട്ടറി ഷാഫിർ അലി മുഹമ്മദ്, MK റഷീദ്, PA അഷ്റഫ്, RV റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് ഷിഹാബ് സൈദി നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ റാലിയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ 2000-ഓളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. പ്രസിഡന്റ് RK ഫൈസൽ, ജനറൽ സെക്രട്ടറി അൻവർ വലിയകത്ത്, KPA റഷീദ്, സുബൈർ വലിയകത്ത്, PM ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ നബിദിനത്തിൽ സുബ്ഹി നമസ്കാരത്തിന് മുൻപ് മൗലീദ് പാരായണവും കൂട്ടപ്രാർത്ഥനയും നടന്നു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി, മുദ്രിസ് അബ്ദുറൌഫ് ബാഗവി ആലത്തിയൂർ, സൈനുദ്ദീൻ ഉസ്താദ് എന്നിവർ മജ്ലിസിന് നേതൃത്വം നൽകി. പള്ളിയുടെ ചുറ്റുമന്തിര ശ്രമങ്ങളുടെയാണ് അവർക്കൊക്കെ മൗഫറത്തും മർഹമത്തും നൽകണേ തമ്പുരാൻ. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ മലപ്പുറം മലമുക്ക് റോഡ് നാടിന് സമർപ്പിച്ചു. MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ T ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സൗദ സലീം, P സ്മിത, P അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം ഈ സന്ദർഭത്തിൽ അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞതിന് സന്തോഷം കൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഊഷ്മളം
ചിന്ത്രപ്പിന്നി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ വി കെ സരസ്വതിയെ ആദരിച്ചു. ചിന്ത്രപ്പിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയിത്രിയുമായ MU ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു. ചിന്ത്രപ്പിന്നി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ, ശ്രീനാരായണ വായനശാല സെക്രട്ടറി MM പ്രതാപൻ, ചിന്ത്രപ്പിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ, SN യുവജന കലാസമിതി കൺവീനർ ആനന്ദ ബാബു പൊന്നത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9795, പവന് 78,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായി മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നു. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിൽ. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി കൂടുതൽ കളറാകുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. 9 ടീമുകൾ പങ്കെടുക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. തിരുവോണ ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിരുവോണ സദ്യയിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് DAG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോറ് സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.